ട്വിൻസ് ആൻഡ് ട്രെയിനിങ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ആണ്. അതിൽ തന്നെ നമുക്ക് ആറ്റം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. അതിൽ SCERT കവർ ചെയ്യാനുണ്ട്. അതുപോലെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ആറ്റത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുള്ളത് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം പദാർത്ഥം എന്താണ്, അതിന് വ്യത്യസ്ത അവസ്ഥകളിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്, അനേകം ചെറിയ കണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത് അനേകം ചെറിയ അതിസൂക്ഷ്മമായ കണങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കാം. അപ്പൊ പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ കണങ്ങളെ നമുക്ക് തന്മാത്രകൾ എന്ന് വിളിക്കാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിലും അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കുക. അപ്പൊ പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് തന്മാത്രകൾ. എന്നാൽ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പൊ ഒരു പദാർത്ഥം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? പദാർത്ഥം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു അതിസൂക്ഷ്മ കണമാണ്. ആ അതിസൂക്ഷ്മ കണങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? അതിസൂക്ഷ്മ കണങ്ങളായ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഈ തന്മാത്രകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? പദാർത്ഥം ഉണ്ടാകുന്നു. അതായത് ആറ്റം എന്ന് പറഞ്ഞത് ചേർന്ന് തന്മാത്ര അഥവാ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഇനി മോളിക്യൂൾസ് ചേർന്ന് പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറ്റം എന്ന് പറഞ്ഞ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ അതിസൂക്ഷ്മമായ കണമാണെന്ന് മനസ്സിലാക്കാം. എങ്ങനെയുള്ള അതിസൂക്ഷ്മ? ഏറ്റവും ചെറിയ അതിസൂക്ഷ്മ കണമാണ്. മോളിക്യൂൾസ് എന്താണ്, അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന പദാർത്ഥത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങളാണ്. ഇനി അതിനേക്കാൾ ചെറിയ കണങ്ങളുണ്ട്, അതാണ് ആറ്റം എന്നറിയപ്പെടുന്നത്. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ്, സൂക്ഷ്മ കണികയാണ്. അത് മാത്രമല്ല രാസപരമായ ഏറ്റവും ചെറിയ കണികയെന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ രാസപരമായ കണിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റം ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ആറ്റം എന്ന പദത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഇനി ആറ്റം എന്ന പദം ഒരു ഗ്രീക്ക് പദമാണ്. ആറ്റം എന്ന പദം ഉദ്ഭവം കൊണ്ടത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഏതാണ്? അറ്റ്മോസ് എന്നാണ്. ആറ്റം ഉദ്ഭവം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദം അറ്റ്മോസ് എന്നാണ്. അറ്റ്മോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അറ്റ്മോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. ഇതാണ് വിഭജിക്കാൻ കഴിയാത്ത അറ്റ്മോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. ഇനി ആറ്റത്തെ കുറിച്ചും ആറ്റത്തിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ ഡാൾട്ടൺ. എന്താണ്? ജോൺ ഡാൾട്ടൺ. അപ്പൊ ജോൺ ഡാൾട്ടൺ 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പൊ ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ച സിദ്ധാന്തം ഏതാണ്? 1807 അറ്റോമിക സിദ്ധാന്തം ആരാവിഷ്കരിച്ചു? ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ചു. അതിൽ ആറ്റത്തെ കുറിച്ച് പ്രസിദ്ധ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. ഇനി നോക്കാം അറ്റോമിക് സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നതെന്ന്. 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അറ്റോമിക് സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആറ്റത്തിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത് അല്ലെ. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം എന്നാണ് അറ്റോമിക് സിദ്ധാന്തത്തിന്റെ ഒന്നാമത്തെ കാര്യം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നതാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ന് ആറ്റം എന്ന് പറഞ്ഞു. ഇനി രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതായത് ആറ്റത്തിനെ നമുക്ക് നിർമ്മിക്കാനോ അതുപോലെ നശിപ്പിക്കാനോ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ നിർമ്മിക്കാനോ അതുപോലെ എന്താണ് നശിപ്പിക്കാനോ സാധിക്കില്ല. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് ഒരു മൂലകത്തിന് ആറ്റങ്ങളെല്ലാം അതിന്റെ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അതായത് ഒരു ഹൈഡ്രജൻ എന്ന മൂലകം എടുത്താൽ അതിന്റെ ആറ്റങ്ങളെല്ലാം എന്താണ്? ഗുണത്തിലും വലിപ്പത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. അപ്പൊ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അതിന്റെ ആറ്റങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? വലിപ്പത്തിലാകട്ടെ അതിന്റെ ഗുണത്തിലാകട്ടെ മാസിലാകട്ടെ എന്തായിരിക്കും? സമാനമായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ അവയുടെ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും രണ്ട് വ്യത്യസ്ത മൂലകങ്ങളാണ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും, അതായത് ഹൈഡ്രജന്റെ ആറ്റം പോലെ ആയിരിക്കും ഓക്സിജന്റെ ആറ്റം ഇരിക്കുന്നത് അല്ല. അപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ ഗുണവും മാസും വലിപ്പവും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഒരു ആറ്റത്തിന്റെ ഒരു മൂലകത്തിലുള്ള ആറ്റങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? ഗുണത്തിലും മാസിലും വലിപ്പത്തിലും ഒരുപോലെ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും എടുത്താൽ നമ്മൾ മനസ്സിലാകും ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും. അത് ഗുണത്തിലും വലിപ്പത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും, എന്നാൽ സമാനമായിരിക്കും. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും എടുത്താൽ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആറ്റങ്ങളെല്ലാം മാസിലും ഗുണത്തിലും വലിപ്പത്തിലും ഒരുപോലെ ആയിരിക്കും, എന്നാൽ ഹൈഡ്രജനെ പോലെ ആയിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത മനസ്സിലാക്കുന്നത് രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റമാണ്.
ഇപ്പൊ രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? അത് ആറ്റമാണ്. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? മൂലകങ്ങൾ ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, മൂലകങ്ങൾ ചേർന്ന് സംയുക്തങ്ങൾ, അതായത് എലമെന്റ്സ് ചേർന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. എങ്ങനെയാ? അതായത് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മൂലകത്തിലെ ആറ്റങ്ങളാണ് അല്ലെ, അവയുടെ ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന സംയുക്തം ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ എങ്ങനെ സംയോജിക്കുന്നു? ലളിതമായ അനുപാതത്തിലാണ് സംയോജിക്കുന്നത്. അപ്പൊ ലളിതമായ അനുപാതത്തിൽ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അറ്റോമിക് സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൽട്ടൺ 1807 ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക, അത് എങ്ങനെയാണ്? രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന രാസപ്രവർത്തന വേളയിൽ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല. അതായത് ആറ്റത്തിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇനി ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം അതിന്റെ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും വ്യത്യസ്തമായിരിക്കും. ഇനി രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റമാണ്. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് അറ്റോമിക് സിദ്ധാന്തത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിന്റെ ഘടനയിൽ ഒരു ബേസിക് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് എടുത്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ക്ലാസ് ഉടനെ തന്നെ അടുത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മീ. താങ്ക് യു.